തീരദേശ വിദ്യാർത്ഥികൾക്ക് ഫിഷറീസ് വകുപ്പ് നൽകുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിലും കഴിഞ്ഞ സർക്കാരിന്റെ കുടിശ്ശിക. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കിൽ 16 കോടി രൂപയ്ക്ക് മുകളിലാണ് കുടിശ്ശികയുള്ളത്. SC/ST വിഭാഗങ്ങളുടെ 377 കോടിയുടെ സ്കോളർഷിപ്പ് കുടിശ്ശികയ്ക്ക് പുറമെയാണ് തീരദേശ വിദ്യാർത്ഥികളുടെ 16 കോടി. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്കായി ഫിഷറീസ് വകുപ്പ് നൽകുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിലാണ് കുടിശ്ശിക. സ്കോളർഷിപ്പ് ഇനത്തിൽ 16.4 കോടി രൂപയുടെ ബില്ലുകളാണ് കെട്ടിക്കിടക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ 13 കോടി രൂപ പദ്ധതിക്കായി ഡയറക്ടറേറ്റ് അനുവദിച്ചു. ഇതിൽ 9 കോടി രൂപ വിദ്യാർത്ഥികളിലേക്കെത്തി. തുക ബാക്കിയുണ്ടെങ്കിലും ആവശ്യമായതിനേക്കാൾ വലിയ തുകയുടെ ബില്ലുകളാണ് കുടിശ്ശികയുള്ളത്. നിലവിൽ ബജറ്റ് പൂർണ്ണമായി പാസാക്കാത്തതും വോട്ട് ഓൺ അക്കൗണ്ട് കാലയളവ് നിലനിൽക്കുന്നതുമാണ് ബാക്കി തുക വിനിയോഗിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. ബജറ്റിൽ പൂർണ്ണമായി പാസാക്കിയതിനു ശേഷം മാത്രമേ പുതിയ സർക്കാരിനും ബാക്കിയുള്ള തുക അനുവദിക്കാനും ബില്ലുകൾ മാറാനും സാധിക്കുകയുള്ളൂ. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട 377 കോടി രൂപയുടെ സ്കോളർഷിപ്പ് കുടിശ്ശികയുള്ള കാര്യം VD സതീശൻ സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ പറഞ്ഞിരുന്നു. ഇതിനു പുറമെയാണ് തീരദേശ വിദ്യാർത്ഥികൾക്കുള്ള 16 കോടിയും ഖജനാവിൽ കുടുങ്ങിക്കിടക്കുന്നത്. താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് പോലുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ മുൻഗണന നൽകുക എന്നുള്ളത് സർക്കാരുകളുടെ ബാധ്യതയാണ്. സാമ്പത്തിക പ്രതിസന്ധി എന്ന ഒറ്റമൂലി പറഞ്ഞുകൊണ്ട് മാത്രം ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാനാകില്ല. ക്യാമറ പേഴ്സൺ ഹിരൺ ഷാബിനൊപ്പം സഫാൻ VP, മീഡിയ വൺ, തിരുവനന്തപുരം.